വിശദാംശങ്ങളിലേക്ക്. വൈക്കത്ത് 14 പേരെ കടിച്ച തെരുവുനായ ചത്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 14 പേരെ തെരുവുനായ ആക്രമിച്ചത്. വിവരങ്ങളുമായി മരിയ ചേരുന്നു. മരിയ, ഇത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഈ തെരുവുനായ 14 പേരെയാണ് കടിച്ചത്. ഇപ്പോൾ ആ നായ ചത്തിരിക്കുന്നു. അതിന് പേവിഷബാധയുള്ളതായി സംശയമുണ്ടായിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ലിസി, വൈക്കത്ത് 14 പേരെ ആണ് തെരുവുനായ 14 പേരെ കടിച്ച തെരുവുനായയാണ് ചത്തുന്ന വിവരമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 10ഓളം പേരെ തെരുവുനായ ആക്രമിച്ചത്. ഇവരെ ആക്രമിച്ച തെരുവുനായ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ തെരുവുനായ പിടികൂടിയിരുന്നത്. കുത്തിവയ്പ് നൽകിയ ശേഷം ഷെൽട്ടർ ഹോമിൽ നിരീക്ഷണത്തിലിരിക്കെയാണ് ഈ തെരുവുനായ ചത്തത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ തെരുവുനായ 6ഓളം പേരെ കടിച്ചത്. തെരുവുനായ കടിച്ച് പരിക്കേറ്റ് ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പം ആ നായ ചത്തെന്നാണ് വിവരം ലഭിക്കുന്നത്. ഈ കടിയേറ്റവരുടെ സ്ഥിതി എന്താണ്? അവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങളോ മറ്റോ പ്രകടിപ്പിക്കുന്നുണ്ടോ? കടിയേറ്റവരുടെ സ്ഥിതി ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ നായ ചത്തതിൽ ഇപ്പോൾ എന്തെങ്കിലും ആശങ്ക വർദ്ധിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് പേവിഷബാധയുണ്ടെങ്കിൽ ഏതാനും ദിവസത്തിനകം നായ ചത്തുപോകും എന്നുള്ള സൂചനകളൊക്കെയാണ് നമുക്ക് നിലവിൽ നിൽക്കുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? നായക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. നായക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ പരിക്കേറ്റവർക്ക് ഇതുവരെ പരിക്കേറ്റവർക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഇപ്പം കിട്ടുന്ന വിവരം. ശരി മരിയ.